ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുക. നിനക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഒരു ഹൃദയമാണ് തിരുഹൃദയം എന്ന് ഇന്നലെ നമ്മൾ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്നോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു അമ്മ ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അമ്മ ഹൃദയം എന്ന് പറയുമ്പോഴും അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സ്നേഹം മുഴുവൻ ഹൃദയത്തിൽ ഒതുക്കി വയ്ക്കുന്നതാണ്. ഒതുക്കി വയ്ക്കുക മാത്രമല്ല, അത് ലാളനയിലൂടെയും സ്നേഹത്തിലൂടെയും അഭിഷേകത്തിൻ്റെ തലത്തിലൂടെയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് സമയാസമയങ്ങളിൽ അമ്മ ചൊരിഞ്ഞു വരും. ബാലനായ ഈശോയെ കാണാതെ പോയപ്പോൾ യോസേപ്പ് പിതാവ് മാതാവും കൂടി അന്വേഷിച്ച് 3-ാം നാളാണ് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുക. ഈശോയോട് ചോദിക്കേണ്ട, മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ഈശോ പറയുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുകയായിരുന്നു. അതിനുശേഷം നസറത്തിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. അവിടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം ഒരു കാര്യം പറയുന്നുണ്ട്. അതിപ്രകാരമാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 51-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യങ്ങളാ? ഈശോ പറഞ്ഞ ദൈവിക രഹസ്യങ്ങൾ അതെല്ലാം ആ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങൾ സംഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ആളുകളാ അഭിഷേകം നിറയുക. അവരില അമ്മ മനസ്സ് രൂപപ്പെടുക. പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയം നിറയെ ദൈവിക രഹസ്യങ്ങൾ നിറയട്ടെ. അതിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ടും അതിനെ പങ്കുവയ്ക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ അമ്മയുടെ വിമല ഹൃദയത്തെ ഞങ്ങൾ ഓർക്കുക. എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച അമ്മ, ദൈവിക രഹസ്യങ്ങൾ ഉള്ളിൽ സംഭവിച്ച അമ്മ. ഈശോയെ, അതുപോലെ ദൈവിക കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നിറയ്ക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമേ.